കോട്ടയം തിരുവഞ്ചൂർ മണർകാട് നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഭർത്തൃ വീട്ടുകാരെല്ലാം കൂടി ചേർന്ന് ഒരു ആഭിചാര ക്രിയയ്ക്ക് വിധേയമാക്കി മൃഗീയമായിട്ട് പീഡിപ്പിച്ച സംഭവമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും. ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചോണിക്കോ, ഈ ആധുനിക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കൂ എന്ന് നിങ്ങളുടെ ഇങ്ങനെ മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ച് കാണും. നിങ്ങൾ ഞെട്ടിക്കാണും, ഉറപ്പാണ്. പക്ഷേ ഞാൻ ഞെട്ടത്തില്ല. എന്താ അറിയാമോ, ഇതെല്ലാം ഇതിനപ്പുറം ചാടിക്കടന്നവനാണ് എന്ന് ഇന്നസെൻ്റ് ഒരു സിനിമയിൽ പറയുമല്ലോ. അമ്മാതിരി കാഴ്ചകളാണ് ഞാൻ ഈ 2-3 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഇത് കാണുമ്പോൾ ഇത് സത്യമാണോ, ബാധയുണ്ടോ, ഭൂതമുണ്ടോ, പ്രേതമുണ്ടോ, ഈ മന്ത്രവാദി എന്തോ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഞാൻ ഞെട്ടുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതെല്ലാം കണ്ട് 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 ഇപ്പോൾ എനിക്ക് ഒരു സൈസ് മരവിപ്പാണ് തോന്നുന്നത്. എനിക്കിപ്പോൾ ഈ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു തരത്തിലുള്ള ഒരു പരിഹാസമാണ്. എന്ന് വെച്ചാൽ പാവപ്പെട്ട ജീവിക്കാൻ വേണ്ടി കാണിച്ചു കൊടുത്ത് കോപ്പറാശ് അവരും ജീവിക്കണം, എനിക്കും ജീവിക്കണം, ആ ഒരു ചിന്താഗതിയാണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഇതൊന്നുമില്ലെന്നേ, എല്ലാം പക്കാ തട്ടിപ്പാണ്. അറിഞ്ഞു കാണുമല്ലോ, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ആഭിചാരക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിൻ്റെ ആ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് കൊണ്ട് ഞാൻ ഒന്ന് ചുരുക്കമായിട്ട് ആ സംഭവം പറയാം. കഥയിലെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു ശിവദാസൻ സ്വാമിയാണ്. ആൾക്ക് ഭയങ്കര ചരിത്രമൊക്കെ കേട്ടോ. അയാൾ ആദ്യം ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അങ്ങനെ ഇങ്ങനെ തെങ്ങ് കയറാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ഇയാൾ ചിന്തിച്ചിങ്ങനെ കൂട്ടുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, സുഖിച്ച് അങ്ങനെ ജീവിക്കണം, എന്നും ഒന്ന് തെങ്ങ് കിട്ടുമോ, തെങ്ങ് കയറണ്ടേ, വയസ്സായി വരികയാണ്, ഇപ്പോൾ 19 വയസ്സായി, ഇനിയിപ്പം ആ കയറ്റമൊന്നും നടക്കത്തില്ല. അങ്ങനെ ആ ബുദ്ധിമാൻ്റെ തലയിൽ ആ ബുദ്ധി തെളിഞ്ഞു, വിശ്വാസം, അത് നല്ല കച്ചവടമാണ്. അങ്ങനെ കുറേ അളിയന്മാരെ സംഘടിപ്പിച്ചിട്ട് സുഖമായിട്ട് പൈസ ഇങ്ങനെ വീട്ടിലോട്ട് വന്ന് കയറും. അങ്ങനെ ആ തന്ത്രവുമായിട്ടാണ് നമ്മുടെ ശിവദാസ് സ്വാമി രംഗപ്രവേശം ചെയ്യുന്നത്. അയാളുടെ സ്പെഷ്യലൈസേഷൻ എന്താ അറിയാമോ, പലർക്കും പല രീതിയിലാണ് ഓരോ കാര്യത്തിലും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ഇയാളുടെ ഏറ്റവും വലിയ സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ബാധ മാറ്റും. ഇപ്പോൾ നമ്മുടെ ദേഹത്ത് അല്ലെങ്കിൽ ഇന്ന ആളുടെ ദേഹത്ത് ഒരു ബാധ ഉണ്ടെങ്കിൽ പുള്ളി കൃത്യമായിട്ട് കണ്ടുപിടിക്കും. ഇത് മറ്റവൻ്റെ ബാധയാണ്, തൂങ്ങിച്ചത്തവൻ്റെ, നിൻ്റെ ദേഹത്ത് മറ്റേ വെള്ളത്തിൽ വീണവൻ്റെ ബാധയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പുള്ളി സമർത്ഥിക്കുന്നത്. അങ്ങനെ ആ ബാധ അകറ്റുന്ന ആ തന്ത്രവുമായിട്ട് ഇയാൾ മുന്നോട്ട് പോകുമ്പോൾ ഇയാൾക്ക് ഒരുപാട് ഭക്തരെ ഇയാൾക്ക് കിട്ടുകയാണ്. ഇയാളെ തേടിപ്പിടിച്ച് പാലക്കാട് നിന്ന്, വയനാട് നിന്ന്, കോഴിക്കോട് നിന്നൊക്കെ ഈ പത്തനംതിട്ട വീട്ടിലേക്ക് ഇയാളെ തിരക്കി വരും. അങ്ങനെ ഈ സ്വാമിയെ കാണാൻ വന്ന കൂട്ടത്തിലെ ഒരു ഇരയാണ് ഈ സൗമിനി. ഇവിടുത്തുകാരാണ്, മണർകാട് സ്വദേശിനിയാണ്. ചേച്ചിയാണെങ്കിൽ തൊടുന്നും പിടിക്കുന്നതൊക്കെ അന്ധവിശ്വാസത്തിൽ അവസാനിപ്പിക്കുന്ന ജീവിതമാണ് ഇവരുടെ. ഒരു പൂച്ച കാടിയിൽ അന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല, ഒരു കാക്ക കരഞ്ഞാൽ അന്ന് എന്തോ അപകടമാണെന്ന് വിചാരിക്കും. അങ്ങനെ തൊടുന്നും പിടിക്കുന്നതൊക്കെ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്ന സ്ത്രീയാണ് ഈ സൗമിനി. അങ്ങനെ ഈ സ്വാമിയുടെ വലയിൽ ഈ സൗമിനി പെടുകയാണ്. അപ്പോൾ സ്വാമി പറയുന്നത് അപ്പാണ് വേദവാക്യം. സ്വാമി അങ്ങോട്ട് ചാടലെന്ന് പറഞ്ഞാൽ സൗമിനി ചാടത്തില്ല, ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ സൗമിനി അങ്ങോട്ട് ചാടും. അപ്പോൾ വീട്ടിൽ പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, ഭർത്താവിന് ഇപ്പോൾ ഒരു വയ്യായ്മ, ഉടനെ സ്വാമിയെ വിളിക്കും. സ്വാമി എൻ്റെ കൊച്ചാട്ടന് വയ്യ കേട്ടോ, എന്ത് പ്രശ്നം? ഉടനെ സ്വാമി ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കും. പൂജിക്കുകയോ ചരട് ജപിച്ചു കൊടുക്കുകയോ ചെയ്യും. അതോടെ നമ്മുടെ സൗമിനി ചേച്ചിക്ക് സന്തോഷമാവും. പിള്ളേരുടെ ജോലിക്കാരിയും അതിനും പരിഹാരം തേടുന്നത് ഈ സ്വാമിയെ വിളിച്ചിട്ടാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തിനും ഏതിനും ഇപ്പോൾ സൗമിനിക്ക് സ്വാമി വേണം. ഏത് സ്വാമി? നമ്മുടെ ശിവദാസ സ്വാമി വേണം. അങ്ങനെ പോട്ടല്ലേ, ഒരു വഴിക്കൂടെ അങ്ങനെ പോട്ടും. ഇതിനിടയ്ക്ക് സൗമിനിയുടെ വീട്ടിൽ ഒരു വിശേഷം നടന്നു. ചേർക്കനൊരു കടുങ്കൈ കാണിച്ചു. സൗമിനിയുടെ മകൻ പിടിച്ച പിടിയാലെ ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് ഈ വീട്ടിലേക്ക് വന്നു. എന്തോ ചെയ്യുമെന്ന് പറയുമല്ലോ, പിള്ളേർ കാണിക്കാൻ തോന്നിവാസേ. ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് വിളിച്ചുകൊണ്ട് വന്നേക്കുന്നത്. ആ പെൺകുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ ഒരു വസ്ത്രശാലയിൽ ജോലി ചെയ്യുക, സെയിൽസ് ഗേളുടെ ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. ആരൊക്കെ തമ്മിൽ? ഈ സൗമിനിയുടെ മകൻ അഖിലും ഈ പെൺകുട്ടി തമ്മിൽ പ്രണയത്തിലാവുന്നു. ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ഒരു പാവപ്പെട്ട വീട്ടിൽ പെൺകുട്ടി ഞാൻ പറഞ്ഞല്ലോ, അധികം വയസ്സ് 12 വയസ്സേ ഉള്ളൂ. അങ്ങനെ പെൺകുട്ടിയും ഈ അഖിലും ആ വീട്ടിൽ ജീവിക്കാൻ തുടങ്ങിയാണ്. ആ വീട്ടിലാണെങ്കിൽ സൗമിയുടെ ഭർത്താവുണ്ട്, ഈ അഖിലിൻ്റെ പെങ്ങൾ കൊച്ചുണ്ട്, ഇപ്പോൾ പുതിയതായിട്ട് വന്ന നവവധു കൂടിയുണ്ട്. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയാണ്. അപ്പോൾ വന്നപ്പോൾ എന്തോ ഒരു ദോഷം പോലെ സൗമിനിക്ക് തോന്നുകയാണ്. അയ്യോ എന്തോ ദോഷമുണ്ട്. ആ പെൺകുട്ടി വന്നപ്പോൾ തന്നെ എന്തോ ഒരു അന്തരീക്ഷത്തിനൊക്കെ ഒരു വല്ലാത്ത മാറ്റം. ഉടനെ നമ്മുടെ ശിവദാസ്വാമി വിളിക്കും, സ്വാമി എൻ്റെ മോനൊരു കടുങ്കൈ കാണിച്ചു, ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് വീട്ടിലുള്ള വല്ല കുഴപ്പമുണ്ടാവുമോ? അപ്പോൾ സ്വാമി ഒരു നല്ലൊരു മാർഗം പറഞ്ഞു കൊടുത്ത്, ഇപ്പോൾ കല്യാണം നടത്തുമൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ ജീവിച്ചു പോട്ട്. പക്ഷേ പെണ്ണിൻ്റെ വരവത്ര ശരിയല്ല, എന്തൊക്കെയോ ദോഷം സംഭവിക്കാൻ പോവുകയാണ്, ഞാനൊന്ന് കവടി നിരത്തട്ടെ എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നു. നമ്മുടെ സൗമിനിക്കും ഭർത്താവിനൊന്നും ഇരിക്കപ്പുറത്തില്ല. ഇതിനോടകം തന്നെ സൗമിനി ഭർത്താവിനോടും ഈ 2 മക്കളോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഇത്രയും വലിയൊരു ശ്രേഷ്ഠനായ ഒരു സ്വാമിയാണ് അവിടെ ഉള്ളത്, അയാൾ പറഞ്ഞ അച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞ് ആ ധാരണ, അവരുടെ മനസ്സിലുള്ള ചിന്താഗതി ഭർത്താവിൻ്റെ മനസ്സിലേക്കും മകൻ്റെ മനസ്സിലേക്കും മകളുടെ മനസ്സിലേക്കൊക്കെ ഇടിച്ചു കയറ്റി. അങ്ങനെ ആ വീട് മുഴുവൻ അന്ധവിശ്വാസത്തിൽ ജീവിക്കുവാണ്. തൊടുന്നും പിടിക്കുന്നതൊക്കെ അന്ധവിശ്വാസം. സ്വാമിയുടെ കോള് വന്നു. സ്വാമി പറഞ്ഞ് പെണ്ണ് പ്രശ്നക്കാരിയാണ്, പെണ്ണിന് പ്രശ്നമുണ്ട്, ഒന്ന് വീക്ഷിക്കാൻ പറഞ്ഞു. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ നിമിഷം മുതൽ നമ്മുടെ സൗമിനി എന്ന് പറയുന്ന അമ്മായിയമ്മ ഈ പെൺകുട്ടിയെ വീക്ഷിക്കുവാണ്. ശരിയാണല്ലോ, പെൺകുട്ടി ചില സമയത്ത് ഒറ്റയ്ക്കിരിക്കുന്ന കാണാം,
മൊബൈലിൽ നിന്ന് ചിരിക്കുന്നതാണ്. മൊബൈലിൽ കളിക്കുമ്പോൾ സോട്ട് തമാശകളൊന്നും ചിരിക്കുമല്ലോ. അങ്ങനെ ആ ചിരിയൊക്കെ എന്തോ ഒരു പ്രത്യേകതയായിട്ട് ഈ സൗമിനി അങ്ങനെ മനസ്സിലേക്ക് കയറ്റുകയാണ്. പെൺകുട്ടിക്ക് കുഴപ്പമുണ്ട്. ഇനിയിപ്പോൾ ചോദിച്ചറിയാം എന്താ സംഭവം എന്നുള്ളത്. നേരെ സ്വാമി വിളി. സ്വാമി പറഞ്ഞത് കറക്റ്റ് കേട്ടോ, പെൺകുട്ടി കുഴപ്പമുണ്ട് തന്നെ കയറി ചിരിക്കുന്നുണ്ട് സ്വാമി, എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഈ സ്വാമി ഈ സൗമിനോട് പറയുകയാണ്, ആ പെൺകുട്ടിയുടെ വീട്ടിൽ ആരെങ്കിലും അടുത്ത കാലത്ത് അങ്ങനെ മരിച്ചോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ശരി സ്വാമി, ചോദിക്കാൻ പറഞ്ഞ് അടുത്ത ദൗത്യം ഈ പെൺകുട്ടിയോട് ചോദിക്കുവാണ്. ഈ സ്ത്രീ സൗമിനി എന്ന് പറഞ്ഞ അമ്മായിമ്മ, മോളെ നിൻ്റെ വീട്ടിലാണ് ഈ അടുത്ത സമയത്ത് ആരെങ്കിലും മരിച്ചായിരുന്നോ? ആ മരിച്ചമ്മേ, എൻ്റെ അമ്മയുടെ ചേച്ചി മരിച്ചിരുന്നു. മരിച്ചോ? സത്യമാണോ? മരിച്ചു. ഉടനെ സ്വാമി വിളിച്ചു പറഞ്ഞു, സ്വാമി സത്യമാണ്, ഇവിടെ അമ്മയുടെ ചേച്ചി മരിച്ചിരുന്നു. സ്വാമി പറയുകയാണ് ഇത് തന്നെ സംഭവം. ആ ചേച്ചിയുടെ ബാധ അല്ലെങ്കിൽ ആ പ്രേതം അല്ലെങ്കിൽ ആത്മാവ് ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറി. ഈ പെൺകുട്ടി അത്ര ഇഷ്ടമായിരുന്നു ഈ അമ്മയുടെ ചേച്ചിക്ക്, അതാണ് ഇങ്ങനെ പെരുമാറുന്നത്. വീട്ടിൽ അത് ഭയങ്കര ദോഷമുണ്ടാക്കും, മരണം തന്നെ സംഭവിക്കും, നിങ്ങൾക്ക് കഷ്ടങ്ങളെ സംഭവിക്കത്തുള്ളൂ, രോഗവും കഷ്ടപ്പാടൊക്കെ ഈ വീട്ടിൽ നിന്ന് വിട്ടുമാറത്തേയില്ല ഈ ബാധ ഉള്ളിടത്തോളം കാലം. അതുമാത്രമല്ല സ്വാമി വീണ്ടും ഒരു കാര്യം കൂടി പറയുകയാണ്, ആ പെൺകുട്ടിയുടെ ദേഹത്ത് 8ഓളം ബാധകളുണ്ട്. ഒന്നല്ല 8ഓളം ബാധകൾ. അത് തൂങ്ങിച്ചത്തവൻ്റെ ഉണ്ട്, പ്രണയ നൈരാശ്യം പോലും താടി വളർത്തി തൂങ്ങിച്ചത്തവൻ്റെ ഉണ്ട്, വെള്ളത്തിൽ ചാടിയവൻ്റെ ഉണ്ട്, അങ്ങനെ ട്രെയിൻ മുട്ടി മരിച്ചവൻ്റെ ഉണ്ട്. അങ്ങനെ 8ഓളം ബാധകൾ ഈ പെൺകുട്ടിയുടെ ശരീരത്തിലുണ്ടെന്നുള്ളൊരു ഭയങ്കര വിട്ടിത്തം കൂടി ആ സ്വാമി അടിച്ചിറക്കുകയാണ്. അറിയാമല്ലോ, സമാധാനം എന്നേക്കുമായിട്ട് പോയി. ഇങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർന്നും പിടിക്കുന്നതൊക്കെ പ്രശ്നമായിരിക്കുമല്ലോ. അങ്ങനെ ഈ സൗമിനിക്കും സൗമിനിയുടെ ഭർത്താവായിട്ടുള്ള ദാസിന് അവരുടെ മകനായിട്ടുള്ള ഈ പെൺകുട്ടിയെ കെട്ടിയ അഖിൽ ദാസിനും ഒക്കെ സംശയമുണ്ട്, ഈ പെൺകുട്ടിക്ക് എന്തോ ബാധയുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പ്രശ്നമൊക്കെ നടക്കുന്നത്. ഇതിനിടയ്ക്ക് ഭാര്യ ഭർത്താവല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞിട്ട് വഴക്ക് കൂടും. ഇതൊക്കെ ആ ബാധയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ സൗമിനി ചുമ്മാ അതങ്ങ് ചിന്തിച്ച് കൂട്ടുകയാണ്. ഇത് ഭർത്താവിനും പറഞ്ഞു, കണ്ടോ ആ ചെറുക്കനും പെണ്ണ് വഴക്ക് കൂടുന്നുണ്ടോ, ഇത്രയും നാൾ ആ സ്വഭാവമൊന്നും ഇല്ലാത്തവനാ നമ്മുടെ മോൻ അഖിലിന്, കണ്ടോ അവനും ദേഷ്യം വന്നു തുടങ്ങി, അവൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇത് മറ്റേ ബാധ കാരണമാണെന്നൊക്കെ പറഞ്ഞ് ആകപ്പാടെ പ്രശ്നമായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും പറ, നിങ്ങൾ പറ. സ്വാമിയെ വരുത്തണം അല്ലേ. നമ്മുടെ പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ആ സ്വാമിയെ വരുത്തുകയാണ് വീട്ടിലേക്ക്. സ്വാമി കുറച്ച് നിബന്ധനകളൊക്കെ പറഞ്ഞു, കുറച്ച് പൈസയൊക്കെ ചിലവാകും. അപ്പോൾ ഇവർ പറയുകയാണ്, സ്വാമി നീ എത്ര പൈസ ആയാലും മുടിയാനെ കൊണ്ട് എത്ര ആയാലും ഞങ്ങൾ തരാം, ഈ വീട് വിറ്റിട്ടാണെങ്കിലും ഞങ്ങൾ തന്നിരിക്കും എന്നുള്ള ഉറപ്പിൽ ആ സ്വാമി കവടിയും മറ്റേ മാങ്ങാത്തൊലിയൊക്കെ എടുത്തുകൊണ്ട് ഈ വീട്ടിലേക്ക് വരികയാണ്. പാവപ്പെട്ട പെൺകുട്ടിയുടെ അവസ്ഥ ആലോചിച്ച് നോക്കും. വീട്ടുകാരെ പോലും വെറുപ്പിച്ചുകൊണ്ട് സ്നേഹസമ്പന്നായിട്ടുള്ള ഒരുത്തനോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച പെണ്ണാണ്. ഇത് വീട്ടിൽ പറയാൻ പറ്റുമോ? അച്ഛനെയൊക്കെ അമ്മയൊക്കെ ആകപ്പാടെ കലിപ്പിലാവും അല്ലേ. അവരെയൊക്കെ വെറുപ്പിച്ചിട്ടാണ് ഈ പെൺകുട്ടി ഈ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. രാവിലെ 11 മണിയോടെ പൂജകൾ തുടങ്ങുകയാണ്. ആ പെൺകുട്ടിയെ പീഡിപ്പിക്കാതിൻ്റെ പരമാവധി ആ സ്വാമിയും കുടുംബക്കാരെല്ലാം ചേർന്ന് പീഡിപ്പിക്കുകയാണ്. കയ്യിലും കാലിലും എല്ലാം ഈ പറയുന്ന മന്ത്രത്തകടകളൊക്കെ വലിച്ചു വാരി കെട്ടുന്നു, പിന്നെ പട്ട് വലിച്ചു വാരി കെട്ടുന്നു, എന്ന് വേണ്ട ഭസ്മം തിന്നാൻ കൊടുക്കുന്നു, പച്ച വെള്ളം പോലും കുടിക്കാൻ കൊടുക്കുന്നില്ല കേട്ടോ. കുടിക്കാനും ദാഹമൊക്കെ വരുമ്പോഴത്തേക്ക് ഈ ഭസ്മമാണ് തിന്നാൻ കൊടുക്കുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ ശരീരത്തിലൊക്കെ തീ വെച്ച് കുത്തുകയാണ്. ഇവിടൊക്കെയാണ് ബാധ ഇരിക്കുന്നതൊക്കെ പറഞ്ഞ് തീയൊക്കെ വെച്ച് കുത്തി പീഡിപ്പിക്കുകയാണ്. ഭയങ്കരമായിട്ട് പീഡനമാണ് ആ പെൺകുട്ടിക്ക് ഇവിടെ നേരിടേണ്ടി വരുന്നത്. അത് മാത്രമല്ലെന്നേ, ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെൺകുട്ടിക്ക് മദ്യം കുടിക്കാൻ കൊടുക്കുകയാണ്. നിർബന്ധിച്ച് ഭർത്താവിൻ്റെ അച്ഛനൊക്കെ ചേർന്ന് കയ്യിലും കായലിലൊക്കെ പിടിച്ചിട്ട് ഈ മന്ത്രവാദിയെ കൊണ്ട് തന്നെ മദ്യം കുടിക്കാൻ കൊടുത്തു. മദ്യം കുടിക്കാൻ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ സുബോധം നഷ്ടപ്പെടും. പിന്നെ ഈ പെണ്ണ് കാണിച്ചു കൂട്ടുന്നൊന്നും പെണ്ണിന് പോലും അറിയത്തില്ല. അതിനുശേഷം വീട് വലിക്കാൻ കൊടുക്കുന്നു. ഈ പെണ്ണിൻ്റെ ദേഹത്ത് ബാധയുണ്ടെന്ന് ഇവരെ സ്ഥാപിക്കുകയാണ്. കണ്ടോ ബാധയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, എത്രയും പെട്ടെന്ന് വീഡിയോ എടുത്തെന്നൊക്കെ പറഞ്ഞ് ഇവരുടെ സഹോദരി അപ്പുറത്ത് മാറി നിൽക്കുക. ആ പെൺകുട്ടിയെ കൊണ്ട് മൊബൈലിൽ വീഡിയോ ഒക്കെ എടുക്കുകയാണ്. ഈ പെൺകുട്ടി കാണിക്കുന്നത് എന്താണ് പെൺകുട്ടിക്ക് പോലും അറിയത്തില്ല. അതിനുശേഷം മുടിയൊക്കെ മുറിച്ച് കളയുന്നു, ആ മുടിയിൽ തന്നെ ആണി അടിക്കുന്നു, എന്ന് വേണ്ട ഒരു മൃഗീയമായിട്ടുള്ള കലാരൂപം അവിടെ അരങ്ങേറുകയാണ്. രാത്രി 9 മണി വരെ ആ പെൺകുട്ടിയെ ഇത്രത്തോളം ശാരീരികമായിട്ടും മാനസികമായിട്ടും മന്ത്രവാദിയും ഈ ഭർത്താവിൻ്റെ അച്ഛനും എല്ലാം കൂടെ മൃഗീയമായിട്ട് പീഡിപ്പിച്ചു. ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന ആരാ? സൗമിനി എന്ന് പറയുന്ന ഇവരുടെ അമ്മായിമ്മ. 9 മണി ആയപ്പോഴത്തേക്ക് പെൺകുട്ടി ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, തളർന്ന് വീണു. പിറ്റേന്ന് രാവിലെ ഈ പെൺകുട്ടി എന്താ പറയുന്ന ഒരു മാനസിക നില തെറ്റിയ രീതിയിൽ പെരുമാറുകയാണ്. ഈ പെൺകുട്ടി എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായിട്ടും പെൺകുട്ടി ഇറങ്ങിപ്പോയെങ്കിലും വീട്ടുകാർക്ക് അങ്ങനെ കളയാൻ പറ്റുമോ? സ്വന്തം അച്ഛനും അമ്മയ്ക്കും. അച്ഛൻ ഈ മകളുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഇവൾ എന്തൊക്കെയോ പിച്ചും പേയും പറയുകയാണ്, പരസ്പര വിരുദ്ധമായ മറുപടികൾ പറയുകയാണ്. മക്കളെ എന്താ നിനക്ക് പറ്റിയേ, നീ എന്താ സംസാരിക്കാത്തേ എന്നൊക്കെ പറയുമ്പോഴും ഇവിടെ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ അച്ഛന് തോന്നുകയാണ്. ആ അച്ഛൻ ഓടിപ്പിടിച്ച് ഈ മകളെ കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ഇവളുടെ ദേഹത്ത് മുറിവുകളും ആ തീപ്പൊള്ളലേറ്റ പാടുകളും ഇവൾ കരഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ അച്ഛനെ പറഞ്ഞ് ധരിപ്പിച്ചു. അച്ഛൻ നേരെ മണർകാട് പോലീസിന് പരാതി കൊടുക്കുകയാണ്. പോലീസ് നമ്മുടെ മന്ത്രവാദിയെ തിരക്കി എത്തിയപ്പോഴേക്കും മന്ത്രവാദി ഫോണൊക്കെ ഓഫ് ചെയ്തിട്ട് എവിടെയോ രക്ഷപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ വിടാൻ പറ്റുമോ? ഇല്ല. മന്ത്രവാദിയെ കയ്യോടെ തന്നെ പിടിച്ചു നേരെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഇതിൻ്റെ പ്രധാന പ്രതിയായിട്ടുള്ള ഈ സൗമിനിയെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇപ്പോഴും പോലീസ് സൗമിനിക്ക് പിന്നാലെയാണ്. പക്ഷേ
ഈ കുട്ടിയുടെ, അതായത് പെൺകുട്ടിയുടെ ഭർത്താവായ അഖിലിനെ കൈയോടെ പിടിച്ചു, അച്ഛനെ പിടിച്ചു, അങ്ങനെ 3 പേരെയും കൈയോടെ പിടിച്ച് ജയിലിലാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ പിടികൂടേണ്ടത് ഇതിൻ്റെ നട്ടലായിട്ടുള്ള ഈ മന്ത്രവാദിയെ ഈ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഇത്രയും വൃത്തികേട് കാണിച്ചു കൂട്ടി ആ സൗമിനിയാണ് കൈയോടെ പിടിക്കേണ്ടത് അല്ലേ. അവരെയാണ് ഇതിൻ്റെ നിയമത്തിന് മുമ്പിൽ എത്തിക്കേണ്ടത്. എന്തുമാത്രം വൃത്തികേട് കാണിച്ചു കൂട്ടിയല്ലേ. വഴിയെ പോയ വയ്യാവലി എടുത്ത് വീട്ടിൽ കൊണ്ട് കയറ്റി ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം തകർത്തു. ആ വീട്ടിൽ ആകെപ്പാട് അസമാധാനമാണ് വരുത്തി വച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി സൗമിനിയുമാണ്, ആ മന്ത്രവാദിയുമാണ്. ആവശ്യമില്ലാത്തൊരു കാര്യമാണെന്നേ. നമ്മുടെയൊക്കെ മനസ്സിൽ വിശ്വാസം വേണം, പക്ഷേ അന്ധവിശ്വാസം ആവരുത്. ഇവർ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം ഇതാണ്. നിങ്ങളുടെ ദേഹത്ത് ബാധയുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആഭിചാര ക്രിയയൊക്കെ നടന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫലമാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന രോഗവും സാമ്പത്തിക പ്രശ്നമൊക്കെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലേക്ക് വെറുതെ ഒരു ചിന്ത ഇട്ട് തരികയാണ്. അങ്ങനെ ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ശരിയാണല്ലോ, എൻ്റെ കൊച്ചിന് അസുഖമാണ്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് രോഗമാണ്, അല്ലെങ്കിൽ ഭർത്താവിന് ജോലിയില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറ്റും. പിന്നെ തൊടുന്ന പിടിക്കുന്നതൊക്കെ പ്രശ്നമായിരിക്കും. അപ്പോൾ പിന്നെ ഇതിനൊരു പ്രതിക്രിയ വേണം. അങ്ങനെ മന്ത്രവാദി വിളിക്കുന്നു, നമ്മുടെ സമ്പത്ത് പോകുന്നു, മനസമാധാനം പോകുന്നു, അവസാനം ഗോവിന്ദ. ഇതാണ് ഇത്തരക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഒന്നേ ഉള്ളൂ കൈകൂപ്പി പറയാൻ നിങ്ങളോട്, ഇത്തരം തട്ടിപ്പുകാരുടെ വലയിലൊക്കെ വീണ് സ്വന്തം സമാധാനവും പണവും ഒന്നും ആരും കളഞ്ഞു കുളിക്കല്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.